ഹലോ ഹായ് ഗുഡ് ഈവനിങ് ഓൾ. അപ്പോൾ എല്ലാ ദിവസവും ചെയ്തു വരുന്ന നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ലൊരു കൺഫ്യൂസ്ഡ് ലെവലിലാണ് മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്നത്. ബിക്കോസ് നല്ല രീതിയിൽ ഹൈ പോകുന്നു, പിന്നെ റെസിസ്റ്റൻസ് ഫാൾ വരുന്നു. നിഫ്റ്റി ആണെങ്കിൽ ഒരു 2200 ഒക്കെ ബ്രേക്ക് ചെയ്യുമ്പോൾ താഴേക്ക് വീഴുന്നുണ്ട്. മീൻസ് എപ്പോഴും 2200 നല്ല റെസിസ്റ്റൻസ് ഉണ്ട്. ആൻഡ് ബാങ്ക് നിഫ്റ്റി അതേ തന്നെ 47 അടുത്തേക്ക് വരുന്നു. ബാങ്ക് നിഫ്റ്റി ഫാൾ ആവുന്നു. ബട്ട് ഒരു കൺസോൾട്ടേഷൻ റേഞ്ചിലാണ് പോകുന്നത്. എന്തായാലും മീൻസ് എങ്ങനെ വന്നാലും നമുക്കൊരു ബ്രേക്കൗട്ടിനുള്ള എല്ലാ ചാൻസും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ നമുക്ക് മാർക്കറ്റിൽ ഇത്രയും കൺഫ്യൂഷൻസ് ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് എന്തായാലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എങ്ങനെയാണ് മാർക്കറ്റിന് നെക്സ്റ്റ് ലെവലിലേക്കൊന്ന് സെറ്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളും കൂടി നമുക്ക് നമ്മൾ എന്തായാലും ലാസ്റ്റ് നമുക്ക് ആ ഹ്യൂജ് ടൈം ഫ്രെയിം നമുക്ക് FIDA ഡാറ്റയൊക്കെ നോക്കിയതിന് ശേഷം നമുക്ക് ആ 4 hour ടൈം ഫ്രെയിമിൽ വെച്ചിട്ട് എങ്ങനെയായിരിക്കും മാർക്കറ്റിൻ്റെ ഇനിയുള്ള നെക്സ്റ്റ് ഒരു മൂവ് നമുക്ക് ജസ്റ്റ് ഒന്ന് അനാലിസിസ് ചെയ്ത് നോക്കാം. അപ്പോൾ എല്ലാവരും മുഴുവനായിട്ടും വീഡിയോ കാണാൻ ശ്രമിക്കുക. അതോടൊപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണണമെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. ഓക്കെ. ആൻഡ് അപ്പോൾ നമുക്ക് ഇൻട്രാഡേ അനാലിസിസ് ഒന്ന് നോക്കാം. നമ്മൾ എപ്പോഴും ചെയ്തു വരുന്നത് ഇൻട്രാഡേ അനാലിസിസിൽ തന്നെയാണ്. ഓക്കെ. ഇന്നും നമുക്ക് ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. ആൻഡ് എന്താ പറയുക, പെട്ടെന്ന് ഇത് നിഫ്റ്റി 5 minutes ടൈം ഫ്രെയിമിലാണ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. ദെൻ നിഫ്റ്റി പെട്ടെന്ന് തന്നെ നിഫ്റ്റി മീൻസ് ഇന്നലത്തെ ആ ഒരു വീക്ക്നെസ് ഒക്കെ ഇന്ന് ശരിക്കും നിഫ്റ്റി കവർ ചെയ്തു. ആദ്യം കുറേ നേരം മീൻസ് സപ്ലൈ സോണിലായിരുന്നു. ദെൻ ഒരു സപ്ലൈ സോണിൽ എന്താ പറയുക, ഒരു ഫേക്ക് ബ്രേക്ക് ഔട്ടായിരുന്നു സപ്ലൈ സോണിൽ ഉണ്ടായിരുന്നത്. ദെൻ അവിടെ നിന്ന് ഒരു ഫോൾ ഉണ്ടായി. ആൻഡ് ഫോൾ ഉണ്ടായതിന് ശേഷം എന്താ പറയുക, നമുക്ക് ഒരു ഫ്ലാറ്റ് ടു ക്ലോസിംഗ് ആണ് തരുന്നത്. ബിക്കോസ് ഹൈ എടുത്തു, മീൻസ് ഓൾമോസ്റ്റ് അവിടെ വന്ന് ഒരു സപ്പോർട്ട് എടുത്തിട്ടാണ് ഡേ ഹൈ ക്യാൻഡലിൻ്റെ അവിടെ നിന്ന് സപ്പോർട്ട് എടുത്തിട്ട് ഓൾമോസ്റ്റ് സപ്ലൈ സോണിൽ തന്നെയാണ് നിഫ്റ്റി ഇന്ന് അവസാനിച്ചേക്കുന്നത്. ഒരു ഫ്ലാറ്റ് ടു പോസിറ്റീവായിട്ട് തന്നെ നിഫ്റ്റീനെ കാണാം. ആൻഡ് ഓൾമോസ്റ്റ് 0.5% ആണ് നിഫ്റ്റിന്ന് അപ്പ് ചെയ്യേക്കുന്നത്. അപ്പോൾ മീൻസ് ഡിമാൻഡ് സോണിലേക്കൊന്നും ഇന്നും നിഫ്റ്റി പോയിട്ടില്ല. സ്റ്റിൽ കൺസോൾട്ടേഷൻ വിത്ത് പോസിറ്റീവ് ബയാസ് എന്ന് വേണമെങ്കിൽ നിഫ്റ്റീനെ ഇന്ന് നമുക്ക് വിളിക്കാം. ബട്ട് കൺസോൾട്ടേഷൻ്റെ ലെവൽസിൽ തന്നെയാണ് നിഫ്റ്റിയും ഇന്ന് മൂവ് ചെയ്തേക്കുന്നുള്ള കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ. അപ്പോൾ അതാണ് നമുക്ക് നിഫ്റ്റിയിൽ നമുക്ക് ഇൻട്രാഡേ അനാലിസിസിൽ പറയാനുള്ളത്. ദെൻ ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയും ഇന്ന് നമുക്ക് എന്താ പറയുക, നമുക്കൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് തന്നെയായിരുന്നു. ഇവിടെ കാണാൻ കഴിയും, ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് തന്നെയായിരുന്നു. ദെൻ സപ്ലൈ സോണിലേക്ക് പോയി. സപ്ലൈ സോണിൽ നിന്ന് നമുക്ക് എന്തായി, ബാങ്ക് നിഫ്റ്റിക്ക് ഒരു റിജക്ഷൻ ഉണ്ടായി. പിന്നെ ബാങ്ക് നിഫ്റ്റി കണ്ടിന്യൂസ്ലി നല്ലൊരു സൈഡ് വേസ് ആയിരുന്നു. സിമ്പിളായിട്ട് നമുക്കിന്ന് അയൺ മീൻസ് കോൾ ബട്ടർഫ്ലൈ സെറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഡേ ഹൈ ക്യാൻഡലിൻ്റെ ഓൾമോസ്റ്റ് റീച്ച് ചെയ്തു. ആൻഡ് അവിടെ നിന്ന് ലാസ്റ്റ് സപ്പോർട്ട് എടുത്തിട്ടാണ് വീണ്ടും സപ്ലൈ സോണിൽ തന്നെയാണ് ബാങ്ക് നിഫ്റ്റിയും ഇന്ന് അവസാനിച്ചേക്കണം. അപ്പോൾ രണ്ട് നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയൊക്കെ സപ്ലൈ സോണിലാണ് നമുക്കിന്ന് മീൻസ് എൻഡ് ചെയ്തേക്കുന്നത്. മീൻസ് ഒരു പോസിറ്റീവായിട്ട് തന്നെയാണ് മീൻസ് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി. ഫിൻ നിഫ്റ്റി ആണെങ്കിലും നമുക്ക് ഒരു പോസിറ്റീവ് ക്ലോസിംഗ് ആണ് തന്നേക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് ജസ്റ്റ് നാളത്തെ ലെവൽസ് കാര്യങ്ങളൊക്കെ ഒന്ന് ഫസ്റ്റ് ഒന്ന് നോക്കാം. മീൻസ് OA വെച്ചിട്ട് എങ്ങനെയാണ്, മീൻസ് നാളെ നിഫ്റ്റി എക്സ്പയറി ആണ്. ബാങ്ക് നിഫ്റ്റിയുടെ ഓൾറെഡി എക്സ്പയറി ഒക്കെ കഴിഞ്ഞു. ആൻഡ് നമുക്ക് മന്ത്ലി എക്സ്പയറിയുടെയും കൂടി ഒന്ന് നോക്കാം. നിഫ്റ്റിക്ക് നല്ല രീതിയിലുള്ള സപ്പോർട്ട് എല്ലായിടത്തും കാണാൻ കഴിയുന്നുണ്ട്. 22,000 സ്ട്രാഡിൽ ഓൾമോസ്റ്റ് കോൾസൊക്കെ അത്യാവശ്യം കവേർഡ് ആയ രീതിയിലാണ്. ഇന്നലെ നമുക്ക് നോക്കുമ്പോൾ നല്ല രീതിയിലുള്ള കോൾ ബിൽഡിംഗ് ആയിരുന്നു. ഇന്നലെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ നമുക്ക് പുട്ട് ബിൽഡിംഗ് അധികം ഉണ്ടായിരുന്നില്ല 22,000-ൽ. അതോടൊപ്പം കോളും ഉണ്ടായിരുന്നു. ഇന്ന് വരാൻ നേരത്ത് ആ കോൾ അവിടെ ഇല്ല. കോള് മാറി. ആൻഡ് 22,100-ൽ നല്ല സപ്പോർട്ട് ബിൽഡ് ചെയ്തേക്കുന്നുണ്ട്. അപ്പോൾ നിഫ്റ്റി നല്ല രീതിയിൽ മീൻസ് OA വെച്ചിട്ട് നിഫ്റ്റി നല്ല രീതിയിൽ പോസിറ്റീവായിട്ടുണ്ട്. ഇവിടെ നമുക്ക് കാണാം കോള് ഡ്രാസ്റ്റിക്കലി 22,000-ൽ നല്ല അൺവൈൻഡിങ് നടത്തിയിട്ടുണ്ട്. ആൻഡ് 22,100-ലും കോള് അൺവൈൻഡിങ് ആവുന്നുണ്ട്. ആൻഡ് 22,200-ൽ പുട്ട് ബിൽഡ് ചെയ്ത് വരുന്നുണ്ട്. ഓൾമോസ്റ്റ് എല്ലായിടത്തും പോസിറ്റീവ് തിങ്സ് ആണ്. ആൻഡ് താഴേക്ക് വരുമ്പോൾ കുറച്ച് ലെസ്സായിട്ട് പുട്ട് ബിൽഡിങ് അൺവൈൻഡ് ആവുന്നുണ്ട്. ബട്ട് നമുക്ക് മേളിലേക്ക് പോകുന്നിടത്തും കോളും നല്ല രീതിയിൽ അവിടെ കാണുന്നില്ല. അപ്പോൾ എന്താ പറയുക, നമുക്ക് ഒരു പോസിറ്റീവ് സൈനാണ് നിഫ്റ്റി
OA അനാലിസിസിൽ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ മേ ബി PCR 1.1 ആണ്. സോ മീൻസ് PCR 1.1. അപ്പോൾ എല്ലാം കൊണ്ടും നിഫ്റ്റി പോസിറ്റീവ് സൈനിലാണ് നിൽക്കുന്നത്. 22,100 സ്ട്രാഡിൽ വിത്ത് പോസിറ്റീവ് ആണ് ആൻഡ് 22,000 പോസിറ്റീവ് സൈനാണ് നമുക്ക് കാണുന്നത്. ഓക്കെ, അപ്പോൾ നിഫ്റ്റി വെച്ച് നോക്കുമ്പോൾ 22,100 സ്റ്റാഡിൽ വിത്ത് പോസിറ്റീവ് ആയതുകൊണ്ട് നമുക്ക് എന്താ പറയുക, നമുക്ക് ഗ്രീൻ ആക്കാം. 22,200 ഇപ്പോൾ റെസിസ്റ്റൻസ് ശരിക്കും ലെസ് ആവുന്നുണ്ട്. ഈ ഒരു റെസിസ്റ്റൻസ് മാറുന്നുണ്ട്. അവിടെ നമുക്ക് ലൈറ്റ് റെഡ് ആണ്. ആൻഡ് അതോടൊപ്പം നമുക്ക് എന്താ ഒരു കോൾ ബിൽഡിങ് മീൻസ് പുട്ട് റൈറ്റിങ്സ് അവിടെ കുറച്ചും കൂടി നല്ല ഹെവി ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് പുട്ട് റൈറ്റിംഗ് ഉണ്ടെന്ന് ഉള്ള കാര്യം ഒന്ന് മനസ്സിൽ വെച്ചേക്കുക. സോ അതുണ്ട്. ആൻഡ് 22,100 ഇപ്പോൾ നല്ല രീതിയിലൊരു സപ്പോർട്ടാണ്. 22,000 നമുക്ക് എന്തായി സപ്പോർട്ട് റീജിയൻ ആയിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നല്ല രീതിയിലുള്ള ഒരു മീൻസ് പുൾ ബാക്ക് നിഫ്റ്റി നടത്തിക്കൊണ്ടിരിക്കുന്നു. മേ ബി നിഫ്റ്റിക്ക് ഒരു ബ്രേക്ക് ഔട്ട് ഇവിടെ നമുക്ക് ചാൻസാണ്, പോസിബിളാണ്. 22,200 മിക്കവാറും നാളെ കവർ ചെയ്ത് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്നൊക്കെ ഉള്ളത് നമുക്ക് എന്തായാലും മീൻസ് ഒരു 4 hour ടൈം ഫ്രെയിമിൽ നമുക്ക് നോക്കാം. അപ്പോൾ OA ലെവൽ വെച്ചൊന്ന് ശ്രദ്ധിക്കുക. 22,200 ഇപ്പോൾ ചെറിയ രീതിയിലുള്ള ഒരു കോൾ ഉണ്ടാകുന്നത്. ആൻഡ് അവിടെ നമുക്ക് പുട്ട് ബിൽഡിങ്ങും വരുന്നുണ്ട്. 22,100 നല്ല രീതിയിലുള്ള പുട്ട് റൈറ്റിംഗ് ഉണ്ടായിട്ടുണ്ട്. ആൻഡ് ഓൾമോസ്റ്റ് താഴേക്കും നല്ല രീതിയിൽ 22,000 നല്ല രീതിയിൽ പുട്ട് റൈറ്റിംഗ് ഉണ്ടായും. ഓവറോൾ നിഫ്റ്റി നല്ലൊരു ബുള്ളിഷ് ബയാസിലാണ് നിഫ്റ്റി നിൽക്കുന്നത് OA അനാലിസിസ് വെച്ചിട്ട്. ദെൻ ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റി നോക്കാം. ബാങ്ക് നിഫ്റ്റിയുടെ ലെവൽസ് കാര്യങ്ങളൊക്കെ OA വെച്ചിട്ട് തന്നെ നമുക്ക് വീക്ക്ലി ടൈം ഫ്രെയിമിൽ തന്നെ വെച്ചൊന്ന് നോക്കാം. ബാങ്ക് നിഫ്റ്റി നമുക്ക് ഇന്ന് എന്താ പറയുക, ബാങ്ക് നിഫ്റ്റി ഇന്ന് എക്സ്പയറി ആയിരുന്നു. ഇനി നാളെ നാളെ ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറി ഇല്ല. ഓക്കെ, എന്നാലും നമുക്ക് ബാങ്ക് നിഫ്റ്റി OA വെച്ച് നോക്കുമ്പോൾ 46,800 സ്റ്റാഡിൽ ഫോർമേഷൻ ഉണ്ട്. 46,700 സ്റ്റാഡിൽ ഫോർമേഷൻ ഉണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് വെയിറ്റ്, ഇത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ നെക്സ്റ്റ് കമ്മിങ് വീക്കിൻ്റെ വെച്ച് നോക്കുമ്പോൾ എല്ലായിടത്തും ഇവിടെ എല്ലായിടത്തും നമ്മൾ ലാസ്റ്റ് വീക്കിൽ കണ്ട മാതിരി എല്ലായിടത്തും പുട്ട് റൈറ്റിങ്സ് ഹ്യൂജ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലായിടത്തും പുട്ട് റൈറ്റിങ്സ് ഉണ്ട്. ആൻഡ് ഇവിടെ നമുക്ക് പുട്ട് റൈറ്റിങ്സ് ഇല്ല എന്തായാലും. അപ്പോൾ എന്താ പറയുക, മാക്സിമം ഈ ഒരു ലെവലിലേക്ക് വന്നാൽ ബാങ്ക് നിഫ്റ്റി സ്റ്റിൽ എന്താ പറയുക ഒരു കൺസോൾട്ടേഷൻ റേഞ്ചിനൊക്കെ വേണ്ടിയിട്ട് ഈ ലെവൽസിലൊക്കെ വന്നാൽ ഫോം ചെയ്യാനുള്ള ചാൻസ് അധികമുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ദെൻ മേ ബി അപ്പോൾ 46,700 ഒരു സ്ട്രാഡിൽ ഫോർമേഷൻ ആൻഡ് ഓൾമോസ്റ്റ് 47,000 to 46,700 ആയി. ഇന്നലെ നമ്മൾ പറഞ്ഞത് 45 to 47 ആയിരുന്നു. 46. അപ്പോൾ ഇന്നലത്തെ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ഇന്ന് ബാങ്ക് നിഫ്റ്റി മാറിയിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, നമുക്ക് നല്ല രീതിയിലുള്ള ഒരു പുൾ ബാക്ക് അല്ലെങ്കിൽ കുറച്ചും കൂടി ഹയർ സൈഡിലേക്ക് ബാങ്ക് നിഫ്റ്റി പോകാനുള്ള ചാൻസ് ഉണ്ട്. ബിക്കോസ് എല്ലാ ഇതിലും പുട്ട് റൈറ്റിങ്സ് ഒക്കെ ഓവറായിട്ട് ബാങ്ക് നിഫ്റ്റിയും ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബാങ്ക് നിഫ്റ്റിക്കും നല്ലൊരു മൂവാണ് ഫ്രണ്ടിലേക്ക് വരാനുള്ളത്. ദെൻ 46 നമ്മുടെ ലെവൽ ഓൾറെഡി നമ്മൾ മാർക്കഡാണ്. 47,000 to 46,500 എന്ന ലെവലുണ്ട്. കുറച്ചും കൂടി അപ്ഡേറ്റ് ആയിട്ടുണ്ട് ബാങ്ക് നിഫ്റ്റി. അപ്പോൾ ബാങ്ക് നിഫ്റ്റിക്ക് കുറച്ചും കൂടി ഒരു 46,700 ഒരു സപ്പോർട്ടും കൂടി വരുന്നുണ്ട്. 46,700 നോക്കിയാൽ നമുക്ക് നല്ല കോൾ പുട്ട് റൈറ്റിംഗ് ഉണ്ട്. അതോടൊപ്പം തന്നെ കോൾ റൈറ്റിംഗ് ഉണ്ട്. ബട്ട് ഈ കോൾ അൺവൈൻഡിങ് ആയാൽ മാക്സിമം ബാങ്ക് നിഫ്റ്റി എന്തായാലും 47 കവേർഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് നോക്കാം. 47 കോൾ അൺവൈൻഡിങ് നടക്കുന്നുണ്ട് എന്നുള്ളത് നാളെ ജസ്റ്റ് നിങ്ങൾ ഇത് കയറണമെങ്കിൽ നോക്കാം. അപ്ഡേറ്റ് വന്നാൽ എന്തായാലും ഒന്ന് ടെലിഗ്രാം ചാനലിൽ അറിയിക്കാൻ. ടെലിഗ്രാം ചാനൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയുടെ OA അനാലിസിസ് വെച്ച് പറയാനുള്ളത്. ലെവൽസ് ഒന്ന് ശ്രദ്ധിക്കുക. 47 സ്റ്റിൽ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ഇപ്പോഴും ഉള്ളത്. ബട്ട് നല്ല രീതിയിലുള്ള സപ്പോർട്ട് കയറി വരുന്നുണ്ട്. ആൻഡ് PCR 0.9 ആണ്. ബട്ട് നോട്ട് ബാഡ്. നിഫ്റ്റീനെ നോക്കുമ്പോൾ PCR 0.1 ആണ്, 1.0 ആണ്. അപ്പോൾ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയൊക്കെ ഒരു ബുള്ളിഷ് മൂഡിലേക്ക്, ബുള്ളിഷ് ടെറിട്ടറിയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ലെവൽസിലുള്ള ആ ഒരു റേഞ്ചിലുള്ള ട്രേഡ് കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ചെയ്യാൻ പറ്റാവുന്നതാണ്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് FIDA ഡാറ്റ ഒന്ന് നോക്കാം. FIDA ഡാറ്റ നോക്കാൻ നേരത്ത്
സോ ഇന്നലെ നമുക്ക് എഫ് ഐ എസ് നെഗറ്റീവായിരുന്നു. മീൻസ് എഫ് ഐ എസിൻ്റെ ഭാഗത്ത് നമുക്ക് എന്താ പറയുക, രണ്ടും സെല്ലിംഗ് ആയിരുന്നു. കൂടുതൽ ലോങ്ങിലേക്ക് മീൻസ് കോൾ ആണെങ്കിലും പുട്ടാണെങ്കിലും പോയിട്ടില്ല. ഇന്ന് കുറച്ചും കൂടി രണ്ടും ലോങ് ആണ്. ആൻഡ് ലോങ്ങിലേക്ക് അധികം പോയേക്കുന്നത് പുട്ടാണെന്ന് മാത്രം, നെഗറ്റീവാണ്. സ്റ്റിൽ കണ്ടിന്യൂ അവർ സെല്ലിങ് കണ്ടിന്യൂ ചെയ്തേക്കണേ. ഇന്നലെ സെല്ലിംഗ് ഉണ്ടായിരുന്നു, ഇന്നും സെല്ലിംഗ് കണ്ടിട്ടുണ്ട്. സോ എഫ് ഐ എസ് കുറച്ച് ഒരു നെഗറ്റിവിറ്റി തന്നെയാണ് നിൽക്കുന്നത്. ബട്ട് ഇന്നലെ രണ്ടും എന്താ പറയുക, കോൾ അൺവൈൻഡിങ്ങും ആൻഡ് പുട്ട് അൺവൈൻഡിങ് ആയിരുന്നെങ്കിൽ ഇന്ന് രണ്ടും ലോങ്ങിലേക്ക് പുട്ട് കുറച്ചും കൂടി മാക്സിമം ലോങ്ങിലേക്ക് പുട്ട് ഇൻഡെക്സിലാണെങ്കിലും ലോങ്ങിലേക്ക് പുട്ട് പോകുന്നുണ്ട്. ദെൻ കോള് അത്രയും മീൻസ് എഫ് ഐ എസിൻ്റെ ഭാഗത്ത് നിന്ന് പോയിട്ടില്ല. ബട്ട് സെല്ലിങ് കുറച്ചും കൂടി ഉണ്ട്. അപ്പോൾ എഫ് ഐ എസ് ന്യൂട്രൽ ടു മീൻസ് നെഗറ്റീവ് ആണ് എഫ് ഐ എസിൻ്റെ ഭാഗത്ത് നിന്ന്. ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സ് രണ്ടും, ഇൻഡെക്സ് ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിലാണെങ്കിലും ആൻഡ് ബൈ ആൻഡ് സെൽ ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിലാണെങ്കിലും രണ്ടുപേരും നെഗറ്റീവാണ്, സെല്ലാണ് നടത്തിയേക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും ആ കാര്യം ഒന്ന് മൈൻഡിൽ വെച്ചേക്കാം. മീൻസ് എഫ് ഐ എസ് നെഗറ്റീവാണ്. ദെൻ പ്രോ വെച്ച് നോക്കാൻ നേരത്ത് പ്രോ പോസിറ്റീവാണ്. പ്രോയിൽ നമുക്ക് ഇൻഡെക്സ് മീൻസ് ഡെയിലി സെൽ ആൻഡ് ഇൻഡെക്സ് ഓപ്ഷൻസിൽ എഫ് ഐ എസ് ലോങ്ങിലേക്ക് കോൾ വരുന്നുണ്ട് ആൻഡ് പുട്ട് അൺവൈൻഡ് ചെയ്തിട്ടുണ്ട്. ഇന്നലെ അവർ ലോങ്ങിലേക്ക് പുട്ടായിരുന്നു. ഇന്നലെ നേരെ ഓപ്പോസിറ്റാണ് ഇന്നുണ്ടായിരിക്കുന്നത്. നമുക്ക് നാളെ എങ്ങനെ ആകും എന്നുള്ളത് നോക്കാം. ആൻഡ് ഹ്യൂജ്ലി ബൈയിങ് ആണ് കാണുന്നത്. മീൻസ് ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിൽ നല്ല രീതിയിൽ ബൈയിങ് എന്ന് പ്രോ നടത്തിയിട്ടുണ്ട്. ദെൻ ഇൻഡെക്സ് ഓപ്ഷൻസിലും പ്രോ പോസിറ്റീവാണ്. മീൻസ് ഇൻഡെക്സ് ഓപ്ഷൻസിൽ പ്രോ മീൻസ് കോള് ലോങ്ങിലേക്ക് വന്നിട്ടുണ്ട്. പുട്ടാണെങ്കിൽ കുറച്ച് മാത്രമേ ലോങ് വന്നിട്ടുള്ളൂ. സോ അവിടെയും നമുക്ക് നല്ല രീതിയിലുള്ള പോസിറ്റീവ് സൈൻ കാണാം. സെല്ലിംഗ് ഇന്ന് കുറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ പ്രോ നല്ല രീതിയിൽ പോസിറ്റീവും ആൻഡ് എഫ് ഐ എസ് നെഗറ്റീവും. സോ അവിടെ നമുക്ക് ഒരു ഫയർ ഉണ്ട്. മീൻസ് രണ്ടുപേരും ഒരു ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നിൽക്കുന്നതാണ്. ആൻഡ് പ്രോ ആൻഡ് ഒരേ ഡയറക്ഷനിലല്ല, ഇന്നലെ രണ്ടുപേർക്കും ഒരു സെല്ലിംഗ് ആയിരുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് പോസിറ്റീവ് തിങ് മാർക്കറ്റിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മീൻസ് നാളെ നമുക്ക് ഏതിനായിരിക്കും ബീറ്റ് ചെയ്യുക എന്നുള്ളതായിരിക്കും. അപ്പോൾ കുറച്ചും കൂടി ഒരു വോളറ്റൈൽ പ്ലസ് എന്താ പറയുക, നമുക്ക് മേളിലേക്ക് പോകാണെങ്കിൽ ഒരു കൺസോൾട്ടേഷനും വരാനുള്ള ചാൻസ് ഉണ്ട്. ഒരാൾ മീൻസ് സെൽ സൈഡ് ഉള്ളതുകൊണ്ട്. ദെൻ എഫ് ഐ എസിൻ്റെ ഭാഗത്ത് നിന്ന് ഇന്ന് ബൈയിങ് ഉണ്ട്. ഇപ്പോൾ ക്യാഷ് മാർക്കറ്റിൽ എന്താ പറയുക, നമുക്ക് പോസിറ്റീവ് തിങ് ഉണ്ട്. അപ്പോൾ ക്യാഷ് മാർക്കറ്റ് വെച്ച് നോക്കുമ്പോൾ നമ്മൾ മീൻസ് മിഡ് ക്യാപ്പിൻ്റെ ഒരു ഇൻഡെക്സ് അനാലിസിസ് നമ്മൾ ഇന്നലെ നടത്തിയായിരുന്നു. ഇക്വിറ്റിയിലൊക്കെ കയറുന്നവർക്ക് കുറച്ചും കൂടി ഒരു പോസിറ്റീവ് കാര്യങ്ങൾ എടുക്കാം എന്നുള്ളത്. സോ ഇന്ന് നമുക്ക് അതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു ലെവൽസ് മീൻസ് എഫ് ഐ ഡി ഐ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. എഫ് ഐ എസും പോസിറ്റീവാണ്. 2170 crore ബൈയിങ് ഉണ്ട്. ഡി ഐസും 1198 ഓൾമോസ്റ്റ് 1200 crore ബൈയിങ് എഫ് ഐ എസ് ആൻഡ് ഡി ഐസ് മീൻസ് രണ്ടുപേരും നടത്തിയിട്ടുണ്ട്. അപ്പോൾ രണ്ടുപേരും പോസിറ്റീവ് ഇൻ ക്യാഷ് മാർക്കറ്റ്. ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിൽ രണ്ടുപേരും അബ്സല്യൂട്ട്ലി നെഗറ്റീവായിട്ടുമാണ് നിൽക്കുന്നത്. അപ്പോൾ അതാണ് എഫ് ഐ ഡി ഐ ഡാറ്റ വെച്ചിട്ട് നമുക്ക് പറയാനുള്ളത്. ബട്ട് നമുക്ക് പോസിറ്റീവാണ് ആൻഡ് എഫ് ഐ ഡി ഐ ഡാറ്റയിൽ എഫ് ഐ എസ് സ്ലൈറ്റ്ലി നെഗറ്റീവും ഡി ഐ എസ് പോസിറ്റീവാണ്. അപ്പോൾ ഈ ഒരു ലെവലിൽ വെച്ചിട്ട് വേണം നമുക്ക് നാളത്തെ നിഫ്റ്റീനെയും ആൻഡ് ബാങ്ക് നിഫ്റ്റീനെയൊക്കെ ഒന്ന് കാണാൻ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു 4 hour ടൈം ഫ്രെയിമിൽ വെച്ചിട്ടും കൂടി നമുക്ക് ലാസ്റ്റായിട്ടൊന്ന് നോക്കാം. മാർക്കറ്റ് നല്ല രീതിയിലുള്ള ഒരു കൺസോൾട്ടേഷൻ ആയിരുന്നു കുറച്ച് ദിവസമായിട്ട് ഉണ്ടായിരുന്നത്. ഇവിടെ നമുക്ക് കാണാം മാർക്കറ്റ് ഇവിടെ നല്ല രീതിയിൽ കൺസോൾട്ടേറ്റ് ചെയ്തു, ബ്രേക്ക് ഡൗൺ തന്നു ആൻഡ് മാർക്കറ്റ് വീണ്ടും ആ ഒരു കൺസോൾട്ടേഷൻ റേഞ്ചിലേക്കാണ് വരുന്നത്. ഇന്ന് നമുക്ക് ഇവിടെ നമുക്കൊരു ഫാൾസ് ബ്രേക്കൗട്ട് പോലെ ഇന്നും ഫാൾസ് ബ്രേക്കൗട്ട് ഉണ്ടായിട്ടുണ്ട്. ബട്ട് പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു സപ്പോർട്ട് 22,000 നല്ലൊരു സപ്പോർട്ട് ഇനി ഈ ഒരു ലെവലിലൊക്കെ ആണെങ്കിൽ മാർക്കറ്റ് ഓപ്പൺ ആണെങ്കിൽ ഓൾറെഡി നമുക്ക് ഈ ഒരു ഏരിയയിൽ നമുക്ക് 22,200 എന്ന ഏരിയയിൽ മീൻസ് ഓൾറെഡി ബാങ്ക് നിഫ്റ്റിയൊക്കെ ഒരു 3 times തന്നെ അവിടെ നമുക്ക് റെസിസ്റ്റൻസ് ഇത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മാക്സിമം ഇവിടെ നിന്ന് നമുക്കൊരു മീൻസ് മേളിലേക്ക് ഒരു ബ്രേക്കൗട്ട് കിട്ടിയാൽ ഇവിടെ നമുക്ക് ബ്രേക്കൗട്ട് കിട്ടിയാൽ മാക്സിമം നമുക്ക് ഈ ഒരു ലെവലിലൊക്കെ പോകാനുള്ള നല്ല ചാൻസ് ഉണ്ട്. ഇവിടെ 22,300 എന്ന ലെവൽ വരെയും ഒന്ന് ശ്രദ്ധിക്കാവുന്നതാണ്. മേ ബി 22,300 പ്ലസ് ഒരിക്കലും നോക്കരുത്. 22,300 ഇന്ന് ഈ ഒരു ലെവലിൽ വെച്ചിട്ട് ക്യാൻഡിൽ ഫോർമേഷൻ ഒരു 4 hour ടൈം ഫ്രെയിമിലൊക്കെ വെച്ചിട്ട് ഒന്ന് ശ്രദ്ധിക്കുക. അവിടെ നമുക്ക് സെൽ ഓഫ് ക്യാൻഡിൽ വരുന്നുണ്ടോ എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ ലോ ലെവൽസിൽ എങ്ങനെ വന്നാലും മാർക്ക് സ്റ്റാർട്ട് ചെയ്യാനാണെങ്കിൽ ബിക്കോസ് നമുക്ക് നല്ലൊരു രീതിയിലുള്ള ഒരു ബ്രേക്കൗട്ട്
കിട്ടാനുള്ള ചാൻസ് ഇനി അധികം ആയിരിക്കും. ഇവിടെ ഓൾറെഡി നമുക്കൊരു താഴെ ഒരു ബ്രേക്കൗട്ട് വന്നു. അപ്പോൾ ഇനി മാക്സിമം നമുക്ക് എന്താ പറയുക, ഇവിടെ നമുക്കൊരു ബ്രേക്കൗട്ട് തരാനുള്ള ഒരു ചാൻസ് മീൻസ് നിഫ്റ്റിക്ക് ഉണ്ട്. അപ്പോൾ ആ ഒരു ലെവൽസ് ഒന്ന് ശ്രദ്ധിക്കുക. അതാണ് നിഫ്റ്റിയിൽ നമുക്കൊരു അനാലിസിസ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് മേളിലേക്കുള്ള 22,200 പ്ലസ് എന്നുള്ള ലെവൽ തന്നെയാണ് നിഫ്റ്റിക്ക് ഇനി ശ്രദ്ധിക്കേണ്ട ലെവൽ. മീൻസ് അതിന് പ്രോബിലിറ്റി കൂടുതലാണ്, മീൻസ് ബ്രേക്കൗട്ട് ആവാനുള്ളത്. ദെൻ ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റി ഒന്ന് നോക്കാം. ബാങ്ക് നിഫ്റ്റിക്കും നല്ല രീതിയിലുള്ള കൺസോൾട്ടേഷൻ ഉണ്ട് അല്ലേ. നമുക്ക് കാണാം ഇവിടെ ബാങ്ക് നിഫ്റ്റി വൺസ് ഇത് ഫോളോ ആയതിനു ശേഷം ബാങ്ക് നിഫ്റ്റി നല്ലൊരു കൺസോൾട്ടേറ്റ് ആവണമായിരുന്നു. ബാങ്ക് നിഫ്റ്റി ഇവിടെ മേളിൽ പോകാൻ മീൻസ് ബ്രേക്കൗട്ട് വന്നു. ഫോൾസ് ബ്രേക്കൗട്ടിൽ വീണ്ടും ആ കൺസോൾട്ടേഷൻ റേഞ്ചിലേക്ക് വന്നിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റി ഇവിടെ നിന്നുള്ള ഒരു മീൻസ് ഇവിടെ നിന്നുള്ള ബ്രേക്കൗട്ടിന് ശേഷം ബാങ്ക് നിഫ്റ്റി കറൻ്റ്ലി ഇപ്പോൾ മേളിലാണ് ബാങ്ക് നിഫ്റ്റിയും ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ മാക്സിമം ബാങ്ക് നിഫ്റ്റിക്ക് ഒരു 47,200 47,300 ഒക്കെ പോകാൻ ഉള്ള ഒരു ചാൻസും ബാങ്ക് നിഫ്റ്റിയും ട്രൈ ചെയ്യുന്നുണ്ട്. ബാങ്ക് നിഫ്റ്റി കുറച്ചും കൂടി ഒന്ന് കയറ്റി വെച്ചാൽ ഈ ഒരു ലെവലിലാണ് ബാങ്ക് നിഫ്റ്റി കുറച്ചും കൂടി ഒന്ന് ഹോൾഡ് ചെയ്യുന്നത്. അപ്പോൾ ബാങ്ക് നിഫ്റ്റിക്ക് കറൻ്റ്ലി മേളിൽ ഇപ്പോഴും നമുക്ക് എന്താ പറയുക, നല്ലൊരു രീതിയിലുള്ള ബ്രേക്കൗട്ട് ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം. അപ്പോൾ നമുക്ക് ഇനി മീൻസ് ഒരു ഫോള് എന്തായാലും ഞാനും ഒന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ബിക്കോസ് നമുക്ക് ഇവിടെയൊക്കെ നല്ല രീതിയിലുള്ള ഒരു ഫോള് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. മീൻസ് ഈ ഒരു കൺസോൾട്ടേഷൻ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇവിടെ നിന്ന് ഒരു ലിക്വിഡിറ്റി മീൻസ് ഇവിടെ നിന്ന് ഒരു അബ്സോർബ് ചെയ്യാനുള്ള ചാൻസ് അധികമാണ്. അപ്പോൾ 46,300 എന്ന ലെവലിൽ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. മീൻസ് ഇനി 46,500 ഈ ഒരു ലെവലിലൊക്കെയാണ് ബാങ്ക് നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഈ ഒരു ലെവലിലാണ് ബാങ്ക് നിഫ്റ്റി ഇപ്പോൾ കറൻ്റ്ലി ട്രേഡ് ചെയ്യുന്നിരിക്കുന്നത്. മാക്സിമം ഇത് നല്ല രീതിയിലുള്ള ഒരു കൺസോൾട്ടേഷൻ റേഞ്ച് തന്നെയാണ് ബാങ്ക് നിഫ്റ്റിക്കുള്ളത്. അപ്പോൾ മേളിലേക്കുള്ള ബ്രേക്കൗട്ട് നോക്കാം. ബ്രേക്കൗട്ട് നോക്കിയതിന് ശേഷം അവിടെ വരുന്ന ഒരു സെൽ ഓഫ് ക്യാൻഡിലോ അല്ലെങ്കിൽ എങ്ങനെയാണ് മാർക്കറ്റ് റിവേഴ്സ് ആവുന്നത് എന്നുള്ള കാര്യം നോക്കുക. അതിന് ശേഷം മാത്രം ബാങ്ക് നിഫ്റ്റിക്ക് ഒരു ലോങ് ക്രിയേറ്റ് ചെയ്യുക. അതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയുടെ ലെവൽസ് പറഞ്ഞു, നിഫ്റ്റിയുടെ ലെവൽസ് പറഞ്ഞു. കൃത്യമായിട്ട് മീൻസ് ലെവൽസ് അനുസരിച്ച് ഫോളോ ചെയ്യാൻ നോക്കുക. ആൻഡ് കൺസോൾട്ടേഷൻ റേഞ്ചിൽ വന്നാലും നമുക്ക് എന്ത് ചെയ്യണം എന്നുള്ള കാര്യം കൂടി നമ്മൾ നേരത്തെ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മീൻസ് ഈ ലെവൽസിൽ വരുമ്പോൾ അതെങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, ക്യാൻഡിൽ സ്റ്റിക്ക് എങ്ങനെയാണ് വരുന്നത്. ആൻഡ് FAS നമുക്ക് നെഗറ്റീവ് ആയിരുന്നു, DAS നമുക്ക് പോസിറ്റീവ് ഉണ്ട്. അപ്പോൾ മേളിൽ വരാൻ നേരത്ത് ഒരു കൺസോൾട്ടേഷൻ വരുന്നുണ്ടോ, സപ്ലൈ സോണിൽ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നിങ്ങൾ മാർക്കറ്റിൽ മീൻസ് ഒന്ന് വാച്ച് ചെയ്യാൻ നോക്കുക. മീൻസ് അപ്ഡേറ്റ് എന്തായാലും ടെലിഗ്രാമിൽ ചാനലിൽ മീൻസ് നമ്മുടെ ഇതിലുണ്ടാവും. അപ്പോൾ അതും കൂടി ഫോളോ ചെയ്താൽ എനിക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റാവുന്നതാണ്. അപ്പോൾ എന്തായാലും മീൻസ് നിങ്ങൾ മീൻസ് കൃത്യമായിട്ട് ഫോളോ ചെയ്യും എന്ന് തന്നെ വിചാരിക്കുന്നു. മീൻസ് ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ ഒന്ന് വാട്സപ്പ് മീൻസ് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുന്ന കാര്യം മറക്കാണ്ടിരിക്കുക. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.